بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم أبد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനം ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, അതുപോലെ തന്നെ എൻ്റെ മുതഅല്ലിം സുഹൃത്തുക്കളെ, കുലത്തിൽ ഒരിക്കൽ നടന്നു വരുന്ന ഇസ്തിഫ എന്ന ഈ മഹത്തായ വേദിയിൽ സ്ത്രീ സുരക്ഷ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന വിഷയത്തിൽ ഒന്ന് രണ്ട് വാക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നാഥനായ റബ്ബിൻ്റെ കാരുണ്യവും തൃപ്തിയും അവൻ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചിട്ടുള്ള ആണും ഈ ഭൂമി ലോകത്ത് ഉള്ളതെല്ലാം, പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗങ്ങളെ രണ്ട് വിഭാഗങ്ങളായി സൃഷ്ടിച്ചിട്ടുണ്ട്. ആണും പെണ്ണുമെന്ന് പറയുന്നത് രണ്ട് ജിൻസുകളാണ്. ഈ ഭൂമി ലോകത്ത് അള്ളാഹു പഠിച്ചിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ ജീവികളാണ് മനുഷ്യന്മാർ. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളവരും തറവയിൽ അനിശ്ചിതമായ ജീവിതം നയിക്കുന്ന ആളുകളാണ് ഈ മനുഷ്യന്മാർ. അള്ളാഹുവിൻ്റെ പ്രവാചകർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ലോകത്തുള്ളതെല്ലാം ചരക്കു സാധനങ്ങളാണ്. ഈ ലോകത്തുള്ളതെല്ലാം ചരക്കു സാധനങ്ങളാണ്. ആ ചരക്കു സാധനങ്ങളിൽ ഏറ്റവും വിലമടിപ്പുള്ള സാധനം അൽമർഅത്തു സാലിഹ, അത് സ്വാലിഹായ പെണ്ണാണ്. അത് സ്വാലിഹായ പെണ്ണാണ്. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതാ ബസ്ര പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എന്തേ ജോലി എന്നറിയുമോ? വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ നല്ല വസ്ത്രവും ധരിച്ച് സുഗന്ധവും അണിഞ്ഞിറങ്ങുകയാണ്. അതാ വഴിയിലൂടെ നടക്കുകയാണ്. സുന്ദരിയായ പെണ്ണുങ്ങളെ പുറകെ പോയി അവരെ ശല്യം ചെയ്യുകയാണ്. റബ്ബേ, അള്ളാഹുവിനെ പേടിയുള്ളൊരു പെണ്ണുണ്ടായിരുന്നു. അള്ളാഹുവിനെ പേടിയുള്ളൊരു പെണ്ണുണ്ടായിരുന്നു. ആരൊക്കെ നോക്കിയിട്ടും ആ പെണ്ണിനെ അഭ്യപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസാനം ഈ ചെറുപ്പക്കാരൻ ആ സുന്ദരിയായ പെണ്ണിന്റെ പുറകെ ഇങ്ങനെ പോവുകയാണ്. കുറച്ചു നേരം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് തിരിച്ചു നിന്നിട്ട് ചോദിക്കുന്നു, ചെറുപ്പക്കാരാ, എന്തിനാണ് നീ എൻ്റെ പുറകെ വരുന്നത്? എൻ്റെ ശരീരം മുഴുവനും മറച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്ത് കണ്ടിട്ടാണ് നീ എൻ്റെ പുറകെ വന്നതെന്ന് ചോദിച്ചപ്പോൾ അതാ അവിടുന്ന് ചെറുപ്പക്കാരന് പറയുന്നു, പെണ്ണേ, നിന്റെ കണ്ണുണ്ടല്ലോ, കാണാനന്ദജക പെണ്ണ്, നിന്റെ കണ്ണ് കണ്ടിട്ടാണ് ഞാൻ നിന്റെ പുറകെ വന്നത്. നിന്റെ കണ്ണിനിക്ക് എത്ര സൗന്ദര്യമാണെങ്കിൽ നിന്റെ ശരീരത്തിന് എത്ര സൗന്ദര്യമായിരിക്കും പെണ്ണ്. നിന്റെ കണ്ണ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പെണ്ണ്. ചെറുപ്പക്കാർ പറയേണ്ട മസമാ പെണ്ണങ്ങ് പതറുകയാണ്. അതാ അവിടുന്ന് പെണ്ണങ്ങ് പതറുകയാണ്. അവിടുന്ന് പറയുന്നു, ഇവിടെയൊന്നിരിക്കുമോ, ഇവിടെയൊന്നിരിക്കുമോ, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം കൊടുത്തുവിടാം, നിങ്ങൾക്കൊരു സമ്മാനം കൊടുത്തുവിടാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടുകയാണ്. വീട്ടിൻ്റെ അകത്ത് പോയി പൊട്ടിക്കറയുന്നു, റബ്ബേ, ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് പാവം ചെയ്യിപ്പിച്ചല്ല അല്ലാ, ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് പാവം ചെയ്യിപ്പിച്ചല്ല അല്ലാ. എൻ്റെ കണ്ണാണല്ലോ അതിനിക്ക് കാരണം, എൻ്റെ കണ്ണാണല്ലോ അതിനിക്ക് കാരണം. എൻ്റെ കണ്ണ് കണ്ടിട്ടാണല്ലോ ഈ ചെറുപ്പക്കാരൻ്റെ പുറകെ വന്നത്. അതുകൊണ്ട് റബ്ബേ, വീടിനകത്ത് ഇങ്ങനെ പൊട്ടിക്കറിയുകയാണ്. അവസാനം ചെയ്തെന്നറിയുമോ? ഒരു കത്തിയെടുത്ത് തൻ്റെ കണ്ണിൻ്റെ രണ്ട് കൃഷ്ണമണികളെ കൊത്തിയെടുക്കുകയാണ്. തൻ്റെ കണ്ണിൻ്റെ രണ്ട് കൃഷ്ണമണികളെ കൊത്തിയെടുത്ത് ഒരു തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് തൻ്റെ വീടിൻ്റെ വേലക്കാരുടെ കയ്യിലൊന്ന് കൊടുത്ത് പറയുന്നു, ഇത് എൻ്റെ കണ്ണാണ്. ഈ കണ്ണ് കണ്ടിട്ടൊരു ചെറുപ്പക്കാരൻ്റെ പുറകെ വന്നു. ഇന്ന് സ്ഥലത്ത് അവൻ ഇരിക്കുന്നുണ്ട്, അവൻ്റെ കയ്യിലൊന്ന് കൊണ്ടൊന്ന് കൊടുക്കണേ. സുന്ദരിയായ പെണ്ണ് കൊടുത്ത് വിടുന്ന സമ്മാനം അതാ വഴിയിരത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ മുന്നിലേക്ക് ആ പെണ്ണങ്ങ് പോയി പൊതിയൊന്ന് കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ ചെറുപ്പക്കാരന് പൊതിയെ തുറന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, രക്തത്തിൽ കുളിച്ചിരിക്കുന്ന രണ്ട് കൃഷ്ണമണികളാണ്.
രക്തത്തിൽ കുളിച്ചിരിക്കുന്ന രണ്ട് കൃഷ്ണമണികളാ. ബസ്രയിലെ ചെറുപ്പക്കാരൻ ആ പൊതിയെ വലിച്ചെറിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ്. കിടന്നിട്ട് വർക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സമാധാനമില്ല. ഇങ്ങനെ 2 ദിവസം കഴിയുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സമാധാനം കിട്ടാതെ വന്നപ്പോൾ അതാ അവിടുന്ന് ചിന്തിക്കുന്നു, റബ്ബേ ആ പെണ്ണിനോടൊന്ന് പോയി പൊരുത്തം ചോദിക്കാമല്ലോ അല്ലാ, ആ പെണ്ണിനോടൊന്ന് പോയി പൊരുത്തം ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് 3 കഷ്ണ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിരിക്കുന്ന ജനാസയാണ് അവിടെ നിന്ന് കാണുന്നത്. 3 കഷ്ണ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിരിക്കുന്ന ജനാസയാണ് അവിടെ നിന്ന് കാണുന്നത്. ബസ്രയിലെ ചെറുപ്പക്കാരന്റെ മനസ്സിൽ തോന്നിയ വാക്കെന്തെന്നറിയുമോ? എടാ ആ പെണ്ണ് പറഞ്ഞ ഒരേ ഒരു വാക്കാൻ, എടാ മരിക്കേണ്ടവനല്ലേ, അള്ളാന്റെ മുന്നിലേക്ക് പോകേണ്ടവനല്ലേ, അള്ളാന്റെ മുന്നിലേക്ക് പോകേണ്ടവനല്ലേ. ഈ വാക്കിനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ലോകമറിയുന്ന പണ്ഡിതനായി ചരിത്രം പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, എല്ലാവരും അള്ളാന്റെ മുന്നിലേക്ക് മടങ്ങി പോകേണ്ടവരാണ്. എത്ര സ്തുതിച്ചാലും എത്ര ആസ്വദിച്ചാലും എത്ര രസിച്ചാലും എത്ര കളിച്ചാലും ഒരു ദിവസം അള്ളാന്റെ മുന്നിലേക്ക് മടങ്ങേണ്ടവളാ മോള്, ഒരു ദിവസം അള്ളാന്റെ മുന്നിലേക്ക് മടങ്ങേണ്ടവളാ ചെറുപ്പക്കാരാ. ഒരൽപ്പം നേരത്തെ സുഖത്തിന് വേണ്ടി അള്ളാഹ് നിനക്ക് എന്തെല്ലാം തന്നു പെങ്ങള്, എന്നിട്ട് എല്ലിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് വല്ലാതെ അഹങ്കാരമാ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇസ്ലാമിൽ പറഞ്ഞതുപോലെ ജീവിക്കാൻ നോക്കടി, ഇസ്ലാമിൽ പറഞ്ഞതുപോലെ ജീവിക്കാൻ നോക്കടി. അതാ പള്ളിയുടെ പരിസരങ്ങളിൽ വാസിക്കുന്ന ചെറുപ്പക്കാർക്ക് അള്ളാന്റെ ഭവനത്തിലേക്ക് പോകാൻ പറയുമ്പോൾ സ്ത്രീകൾക്ക് അവർക്ക് അവരുടെ വീട് തന്നെയാണ് ഏറ്റവും ഉത്തമമായത്, അവർക്ക് അവരുടെ വീട് തന്നെയാണ് ഏറ്റവും ഖൈറായത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.